ഇപ്പൊ ലൂവാനും അവൾക്ക് റെന്നിന് ഇഷ്ടമല്ലെന്ന് ഗുവാനോട് പറഞ്ഞ കാര്യം വെച്ചിട്ട് അതെന്തായാലും റെന്നും കേട്ടെന്നറിഞ്ഞ് ഇവള് വിഷമിച്ചിരിക്കും. അതുകൊണ്ട് അവനെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞ് ഇവള് തീരുമാനിക്കുമ്പം ഒരേശ് വിളിച്ച എന്തായാലും അവൻ വല്ല കളിയാക്കി ഇവളെ മണ്ടിയാക്കെന്ന് വിചാരിച്ച് ഇവളാണ് വിളിക്കാൻ തീരുമാനിക്കത്തില്ല. കാരണം അവള് വിചാരിച്ചിരിക്കുന്ന അവൻ ഒരിക്കലും ഇവളെ സ്നേഹിക്കത്തില്ലെന്ന്. അതിൽ തന്നെ മനസ്സിലാക്കാം പാവം പയ്യൻ ഇവളെ പ്രൊപ്പോസ് ചെയ്യാൻ നോക്കിയതൊന്നും ഇവൾക്ക് പിടിയിട്ടില്ലെന്ന്. അങ്ങനെ അതിനുശേഷം അവിടേക്ക് വരുന്ന ഇവളുടെ കൂട്ടുകാരും റൂംമേറ്റും ആണ് കുറെ സമയമായിട്ട് നീ ഒരേ പേജാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ റൂംമേറ്റും ചോദിച്ചിട്ട് പോകും. അപ്പോഴാണ് ഇത് കേട്ട് ലൂവാനാണ് എന്തായാലും അവള് ഡിപ്പാർട്ട്മെന്റ് മാറാൻ പോകുന്ന വിചാരിച്ചോണ്ട് അവളുടെ കൂട്ടുകാരോട് ഈ കാര്യം പറയാതെ ഇവൾക്ക് ഈ അസ്ഥിഗുണം ഫ്രീ ആയിട്ട് തരാൻ പറയും. അപ്പൊ അടുത്ത സെക്കൻഡ് എന്നെ കൂട്ടുകാരി എന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ലുവാൻ ഇനി നിനക്ക് വാക്ക് മാറ്റാൻ പറ്റത്തില്ല, ഇതെനിക്കിപ്പം സ്വന്തമായി ഏതിനെ കൂട്ടുകാരിയും പറയുമ്പം ലുവാനും ഇവൾക്ക് തന്നെ സ്വന്തം നിറഞ്ഞ് അത് എടുത്തോളം പറയും. അപ്പോഴാണ് കൂട്ടുകാരിക്കൊന്നും മനസ്സിലാവാതെ എടി നിനക്ക് ഇതെന്തോ പറ്റി, നീ എന്നും എല്ലാം പഠിച്ചു തീർത്തോ, എങ്കിൽ പിന്നെ നീ തൊടണ്ട, ഇതിനിപ്പോ എന്റെ എന്നിനെ കൂട്ടുകാരി ഇത് വാങ്ങിച്ചു വയ്ക്കും. അതേസമയം ഇവിടെ റെന്നാണ് ഭയങ്കര ദേഷ്യത്തിൽ അവൾ പറഞ്ഞൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ ടീംമേറ്റ്സ് ഒക്കെ ഇത് കണ്ടിട്ട് എടാ റെൻ നിനക്ക് ഇതെന്തോ പറ്റി, എന്തേലും സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം ഉണ്ടോ എന്നിന് അവന്മാരൊക്കെ ചോദിച്ച് അവന്മാർ സോൾവ് ചെയ്ത് തരാന്ന് പറയുമ്പം റെന്നും അവന്റെ ലവ് വിഷയത്തിന് ആൽഫ ബീറ്റ ആയിട്ട് കണക്ക് കിട്ടും. അങ്ങനെ ആൽഫ എന്ന് ഉദ്ദേശിച്ചത് ഇവൻ, ബീറ്റ ലൂവാൻ. അങ്ങനെ ആൽഫ ബീറ്റയുടെ അടുത്ത് എത്ര ക്ലോസ് ആയിരുന്നാലും ഒരു ലെവൽ കടന്ന അതിന്റെ സ്നേഹം ആ ബീറ്റയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് ഫെയിലാക്കി പോകുമെന്ന് പറയും. അങ്ങനെ ആൽഫയുടെ ഇഷ്ടം ബീറ്റയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിഞ്ഞ് ഇവനും ചോദിക്കുമ്പം ഇത് കേട്ട അവന്മാരെല്ലാരും കൂടെ എങ്കിൽ പിന്നെ ഇതൊരു ലവ് ചോദ്യം, മിക്കവാറും ആൽഫയെ കാണാൻ കൊള്ളത്തുന്നില്ലായിരിക്കും, അതുകൊണ്ട് ആ ബീറ്റ ഒന്ന് മൈൻഡ് ചെയ്യാത്ത എന്നിന് അവന്മാരാക്കിയിട്ടുടനെ ഇവിടെ റെന്നാണ് ദേഷ്യത്തി അതിന് ചാൻസ് ഇല്ല, ആൽഫ ഓൾവേസ് ആൽഫ എന്നിന് ഇവരായിട്ടൊക്കെ അവൻ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ സീനിയറാണ് കസിനെ കാണാൻ വേണ്ടി വരുമ്പം അവളാണ് സന്തോഷത്തി ഇതിപ്പോ നമ്മൾ തമ്മിൽ കറങ്ങുന്ന ടൈം ടേബിൾ അല്ലല്ലോ എന്നറിഞ്ഞ് ഇവൻ അതൊരു വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് സീനിയറും ഇവളുടെ കുറച്ച് നോട്ട്സ് കൊടുത്തിട്ട് ഇവനെ ഡാൻസിനെ കുറിച്ച് അറിയത്തില്ലെങ്കിലും ഇവന് പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവൾക്ക് കുറച്ച് നോട്ട്സ് കൊടുത്തേക്കും. അപ്പോഴാണ് അത് കണ്ടിട്ട് അവളാണ് എനിക്ക് വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ കണ്ടുപിടിച്ചോന്ന് പറഞ്ഞ് അവളാണ് സന്തോഷത്തി ഇതിന് വരെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് വേണം ഇവനെല്ലാം ടെസ്റ്റ് എടുക്കാനുണ്ട് ഇവളുടെ കയ്യിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഡോക്ടറായിട്ട് നിനക്ക് സർജറി എന്താണ് ചെയ്തെന്ന് പറഞ്ഞ് അവള് കുറച്ച് ഓവറായിട്ട് പോകുമ്പോൾ ഇവനാണ് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് പഠിത്തത്തിൽ സഹായിക്കാൻ മാത്രം അവൻ ഇത് ചെയ്തേന്ന് പറയും. അങ്ങനെ രണ്ടുപേർ തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ അതിനർത്ഥം പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളെ നല്ലോണം ഡാൻസ് കളിക്കാൻ വേണ്ടി പറയുമ്പം അവളാണ് സന്തോഷത്തെ അവനെ ഹഗ് ചെയ്യും. ഇതിനേശം ഇവിടെ ലൂവാനും ലൈബ്രറി ഒറ്റയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സോയാ മിൽക്കായിട്ട് റെന്നും വരും. അങ്ങനെ അവൻ ഓരോ കപ്പിങ്ങിന് ഒഴിക്കുന്നുണ്ട് ഇവൾ ഇവിടെ വെച്ച് തന്നെ ഇവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇത് മറ്റുള്ളവർക്കൊന്നല്ല, ഇത് നിനക്ക് മാത്രം ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് എന്നിന് അവനും പറഞ്ഞിട്ട് ഇന്നലെ ഇവന്റെ ടീംമേറ്റ്സ് ആയിട്ടൊക്കെ സംസാരിച്ച് ഓർത്ത് വെക്കും. കാരണം അവന്മാരെ കുറെ ടിപ്സ് പറഞ്ഞാണ് ആൽഫ ബീറ്റയെ വീഴ്ത്തണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നടന്നാൽ മാത്രം പോരാ, അവൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്താൽ മാത്രമേ ആ ബീറ്റയ്ക്ക് ഇവനോടുള്ള ഇഷ്ടം മനസ്സിലാക്കത്തുള്ളെന്ന്. അതുകൊണ്ട് തന്നെയാ ഇവനിപ്പോ സ്പെഷ്യലായിട്ട് ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് ആ വാക്കിങ്ങനെ എടുത്തു പറഞ്ഞ്. പക്ഷെ അവൾക്കാണ് അതൊന്നും പിടിയിട്ടാതെ സ്പെഷ്യലായിട്ട് സോയാ മിൽക്ക് ഉണ്ടാക്കിയെങ്കിൽ നീങ്കി പിന്നെ ഈ പ്രാവശ്യം വില കൂട്ടും, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്നിന് അവൾ പറയുമ്പോഴാണ് ഇവനാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടും ഇവൾക്ക് എന്നോട് ഫീലിങ്സ് ഒന്നും തോന്നില്ലെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ അവനെ നോക്കുമ്പോ റെൻ ഇവളെ തന്നെ നോക്കി ചിരിക്കുന്നിട്ട് ഇവൾ സമ്മാനിച്ച് പഠിക്കാനും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവനിപ്പോ എന്ത് വേണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ അവളോട് നിനക്ക് എന്നെ കണ്ടിട്ട് ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നില്ല എന്നിന് അവനും ആ സോയാ മിൽക്കിന് ഉദ്ദേശിച്ച് പറയുമ്പം ഇവളാണ് ഇന്ന് ഇവെല്ലാം മേക്കപ്പ് ഇട്ടവൻ ചോദിക്കും. അതോടെ അവനും ദേഷ്യത്തി ഇവളെ പഠിക്കാൻ പറഞ്ഞിട്ട് അവന് സൈലന്റ് ആകും. അതിനുശേഷം ലൂവാൻ അവിടുന്ന് വാഷ്റൂമിലേക്ക് പോകുമ്പോഴാണ് ഇതേ സമയം ഇവള് പോയ സമയം നോക്കി മറ്റേ ഗുവാനാണ് അവന്റെ അടുത്ത് സംശയം ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ലൂവാനും ഇവർ തമ്മിൽ നല്ല ചേർച്ചയെന്ന് അവൾ വിചാരിച്ചോണ്ട് അവൾ ഗുവാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവൾ ഇവന് മെസ്സേജ് അയച്ചിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം റെന്നും അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം ഇവിടെ ഗുവാൻ ഇവനോട് ഡൗട്ട് ചോദിച്ചാലും ഇവനാണ് അറിയത്തില്ല പോയി സാറിനോട് ചോദിക്കുന്ന പറഞ്ഞ് അവൻ അവളെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് ലൂവാൻ അയച്ച മെസ്സേജ് അവൻ കാണുന്നത് അവൾക്കൊരു കേക്കിന്റെ ഓർഡർ വന്നോണ്ട് അവൾ ക്ലബിലേക്ക് പോയെന്ന്, അതുകൊണ്ട് അവൾ വരുന്നവരെ അവളുടെ ബുക്സ് നോക്കിക്കോളാൻ പറയും. എന്നിട്ട് ഇവിടെ കസിനാണ് അവളുടെ ഡാൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പം സീനിയറാണ് ഇവളുടെ എക്സാം ഒക്കെ എങ്ങനെ പോകുന്നു ചോദിക്കും. അപ്പോഴാണ് അവളാണ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ പാസ്സായി പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവളും കള്ളം പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് കറക്റ്റ് ഇവളുടെ ഫ്രണ്ട് അവനെ പെർഫോമൻസ് കാണാൻ വേണ്ടി അവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവൾക്ക് മനസ്സിലായി ഇവളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. എന്നിട്ട് ഇവിടെ ലൂവാനും അവളുടെ കൂട്ടുകാരും കൂടെ അറ്റൻഡ് ചെയ്ത കോമ്പറ്റീഷന് റിസൾട്ട് വരുമ്പോഴാണ് ഇവർക്കാണ് 8ാമത് സ്ഥാനം കിട്ടിയേക്കും. അങ്ങനെ അതുകൊണ്ട് ആ കാര്യം അവളുടെ കൂട്ടുകാരും സന്തോഷത്തിൽ ലൂവാനോട് പറയുമ്പം ലൂവാനാണ് ഇതിവിടെ സന്തോഷപ്പെട്ടാലും അവൾ എന്തായാലും ഈ കോഴ്സ് മാറ്റാൻ പോലെന്ന് പറഞ്ഞിട്ട് കുറച്ച് വിഷമിച്ചിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാപ്പി മൊമെന്റ് ഇവളെല്ലാവർക്കും ചെലവ് ചെയ്യാൻ തീരുമാനിച്ച് അവളുടെ ഫെയർവെൽ പാർട്ടി വയ്ക്കാൻ തീരുമാനിക്കും. അതിനുശേഷം റെൻ ഇവളെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അവനാണ് ഭയങ്കര ദേഷ്യത്തിൽ ഇവൾക്ക് വേണ്ടി അവനെ ബുക്സുമായിട്ട് കുറെ സമയത്ത് ലൈബ്രറി വെയിറ്റ് ചെയ്തെന്ന് പറയും. ഇനി ഒരു പക്ഷെ ആ ഗുവാൻ എന്നോട് സംസാരിക്കാൻ വേണ്ടി നീ മനപ്പൂർവ്വം അവിടെ നിന്ന് പോയി തന്നെയാണെന്ന് പറഞ്ഞ് ഇവന് കാര്യം പിടികിട്ടുമ്പം അവളും ചിരിച്ചോണ്ട് ഇവർ തമ്മിൽ സെറ്റ് ആവാണ് അവൾക്ക് സന്തോഷമുള്ളെന്ന് പറയും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് വന്നിട്ട് സന്തോഷമുള്ളെന്നോ അത്
അത് നിനക്കെങ്ങനെ പറയാൻ തോന്നി? സത്യം നിനക്കപ്പോൾ എന്നോടൊരു ഫീലിങ്സ് ഇല്ല? എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ചെറിയ ടെൻഷന് എനിക്കെന്തോ ഫീലിങ്സ്? ആ ഉണ്ട്, നീ എൻ്റെ ട്യൂഷൻ സാറ്, എന്നെ ട്യൂഷൻ പഠിപ്പിച്ചതിന് താങ്ക്സ്. അതുകൊണ്ട് ഇന്ന് ഞാനൊരു ഫെയർവെൽ പാർട്ടി നടത്താൻ പോവാ, അതിന് നീയും കൂടെ വന്നേക്ക്. എന്നിന് ഇവളും പറയുമ്പോഴാണ് അവനും ദേഷ്യത്തി നിന്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞ ഉടനെ നീ എനിക്ക് ബായ് പറഞ്ഞയക്കാൻ നോക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. എന്നിന് ഇവൻ ചൂടാകുമ്പോഴാണ് അവളും നീ വേണേ വാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതിനേശം ലുവാൻ അവളുടെ കൂട്ടുകാരായിട്ട് പുറത്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവൾ ഹീൽസ് ഒക്കെ വാങ്ങിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരാണ് ഹീൽസ് ഒക്കെ എന്തിനാ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ലുവാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇത് അവളുടെ ഫെയർവെൽ പാർട്ടിയാണ്. അങ്ങനെ അവസാനം ഹാപ്പി ആയിട്ട് ഷോപ്പിംഗ് എല്ലാം ചെയ്ത് ഇവള് പാർട്ടി വെച്ച സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരിയാണ് ഷോക്കായിട്ട് ഇത്രയും സമയം സന്തോഷത്തിരുന്ന് ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങനെ ദേഷ്യത്തിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാത്തില്ല. കാരണം പാർട്ടിക്ക് ഇതുവരെ റൺ വരാത്തോണ്ട് അവള് ദേഷ്യത്തിരിക്കുക. അതേസമയം സീനിയറിന്റെ അടുത്ത് പോകാൻ നോക്കിയാലും അവന് ഗേൾ ഫ്രണ്ട് കള്ളം പറഞ്ഞെന്നറിഞ്ഞ് അവനൊരു വിഷമത്തിരിക്കും. അങ്ങനെ ഇവരുടെ ഇടയ്ക്ക് പെട്ട് അവളിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇവളുടെ ബോയ് ഫ്രണ്ട് വന്നുടനെ ഇവളാണ് സന്തോഷപ്പെടും. അപ്പോഴാണ് ലുവാൻ അവന്റെ കൂടെ റൺ വരുന്നിട്ട് അവനോട് ആദ്യം സോറി വയ്ക്കണമെന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പം അവന്റെ ഒപ്പം തന്നെ മറ്റേ ഗുവാനും കാണും. അങ്ങനെ അവൾ പുറത്ത് വെച്ച് ഇവരെ കണ്ടുമുട്ടിയെന്ന് അറിഞ്ഞ് ഇവൾ വിളിക്കാതെ ഇവിടെ വന്ന് കുഴപ്പമുണ്ടെന്ന് ലുവാനോട് വയ്ക്കുമ്പം അവളാണ് അന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളും കൂടെ ജോയിൻ ആകാൻ പറയും. അതിനുശേഷം റെൻ വന്ന് ഇവളുടെ അടുത്തേക്ക് ഇരിക്കുമ്പോഴാണ് അവിടാണ് ലൈവായിട്ട് ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യും. അതോടെ വാങ്ങാണ് ഞാൻ പോയി ചേച്ചിയെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി തരുമ്പം ഇവിടെ കൂട്ടുകാരിയും കൂടെ അവർ പേഴ്സണലായിട്ട് ഡേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോകും. ഇതേ സമയം സീനിയറും കസിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ട് കള്ളി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഗുവാനാണ് ഇത് എന്തിന്റെ പാർട്ടിയാന്ന് പറഞ്ഞ് ലുവാനോട് ചോദിക്കുമ്പം അവളും കോമ്പറ്റീഷന് ഇവൾക്ക് 8ാമത്തെ സ്ഥാനം കിട്ടിയെന്ന് പറയും. അങ്ങനെ മൊത്തം 10 പേരെ ഉള്ളെന്ന് പറയുമ്പം ഇവിടെ ഗുവാനും ചിരിച്ചിട്ട് കൺഗ്രാജുലേഷൻ പറയും. അതിനുശേഷം ഗുവാനും റെന്നിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുമ്പം അവനാണ് അവളെ മൈൻഡ് ചെയ്യാതെ ലുവാന്റെ കൂടെ ആ ഷോ കാണാൻ വേണ്ടി ചെല്ലും. എന്നിട്ട് ഇവരെ ഒരുമിച്ച് കാണുന്ന ലുവാനാണ് റെൻ ഗുവാനായിട്ട് ഇരിക്കുമ്പോൾ എല്ലാവരും പെർഫെക്റ്റ് മാച്ചാന്ന് പറയുന്ന പോലെ ഇവളുടെ കൂടെ ഇരിക്കുമ്പോൾ എന്തിനാ പറയാത്തതെന്ന് ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം റെന്നും എന്നോട് സോറി പറഞ്ഞാൽ ഞാൻ മിണ്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ ഹീൽസ് ഇട്ട് വേദനിക്കുന്നുണ്ട് ഇവന് വീഴാൻ പോയാലും ഞാൻ സഹായിക്കത്തില്ലെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവൾ സ്ലിപ്പാകുന്നുണ്ട് ഇവനാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ ഗുവാന് സംസാരിക്കുമ്പം റെന്നാണ് അവൾ മിണ്ടായിരുന്ന് ആ പാട്ട് കേൾക്കാൻ വേണ്ടി പറയും. അതിനുശേഷം പെട്ടെന്ന് അവിടെ എന്തോ കറണ്ടിന് പ്രശ്നം വന്ന് എല്ലാരും പേടിച്ച് അവിടെ നോടുമ്പോഴാണ് റെന്നാണ് സുരക്ഷയായിട്ട് ലുവാനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. അങ്ങനെ ആ ഗ്യാപ്പിലും അവൾ സ്ലിപ്പായി അവന്റെ ദേഹത്ത് വീണിട്ട് ഇവൾ തമ്മിൽ റൊമാൻസ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് ചെല്ലുമ്പം അവന് ഹീൽസ് ഇട്ടേക്കുന്നുണ്ട് ഇവളുടെ കാല് വേദന എടുക്കത്തേളെന്ന് പറഞ്ഞ് അവളുടെ കാല് മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് വേറെ സ്ലിപ്പർ വാങ്ങിച്ചു കൊടുക്കും. അതിനുശേഷം അവളും അവന് താങ്ക്സ് പറഞ്ഞിട്ട് ഇവൻ ഇപ്പോഴും ഇവളോട് ദേഷ്യം ഉണ്ടെന്ന് ചോദിക്കുമ്പം അവനാണ് ഇനി മേലെ ഇവനോട് കള്ളം മാത്രം പറയില്ലെന്ന് പറയും. അപ്പോഴാണ് അവളുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ സോറി ഞാൻ നിന്നെ ഗുവാനോട് അവളെ മനപ്പൂർവ്വം ഇരുത്തിപ്പിച്ചേന് എന്നിട്ട് അവള് മാപ്പ് വയ്ക്കുമ്പോഴാണ് അവനും ഇനി മേലെ അത് ചെയ്തു പോയല്ലേ ചുമ്മാതെ ഇവിടെ ആൽഫയും ബീറ്റ് ഇതൊരു സെറ്റായില്ല അപ്പോഴാ അടുത്ത സിഗ്മ കയറി വരുന്നത്. എന്തായാലും നീ എന്തിനാ ഇന്ന് ഫെയർവെൽ പാർട്ടി വയ്ക്കുന്നത്? നീ കോമ്പറ്റീഷൻ ഈ പ്രൈസ് വാങ്ങിച്ചിട്ടും നിനക്ക് ഇപ്പോഴും കോഴ്സ് മാറ്റാനാണ് ആഗ്രഹം എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എന്തായാലും പരീക്ഷയ്ക്ക് ഞാൻ ജയിച്ചെങ്കിലും ഇപ്പൊ ഞാൻ മാറുവാണ് കുറച്ച് നാണക്കേടല്ലാതെ മാറാം. ഇനി പക്ഷെ പരീക്ഷയ്ക്കെല്ലാം പൊട്ടി മാറുവാണ് എനിക്ക് നാണക്കേടായിരിക്കും എന്നിട്ട് ഇവള് പറയുമ്പം അവന് ദേഷ്യം വന്നിട്ട് ലുവാൻ നീ ചെയ്യുന്ന മണ്ടത്തരോ എന്നെ കൊണ്ട് നല്ലോണം പഠിക്കാൻ പറ്റും ഞാനായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തത്തൊന്നുമില്ല. ഇനി പക്ഷെ വേറെ കോഴ്സ് നീ എടുത്താൽ പോലും ഇതിന്റെ അത്ര നീ പഠിക്കണമെന്നൊന്നുമില്ല ഇതിനേക്കാളും മോശമായിട്ടായിരിക്കും നീ അവിടെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് എന്നിട്ട് അവൻ പറയുമ്പം ഇത് കേട്ട് അവള് ദേഷ്യത്തി എടാ നീ എന്തിനാ എന്നെ ഇങ്ങനെ താഴ്ത്തി വിചാരിക്കുന്നത്? ഞാൻ കോഴ്സ് മാറാത്ത എന്റെ കാര്യമില്ല നിന്നോട് ഞാനല്ലോ ഇപ്പൊ ചോദിച്ചോ. എന്നിട്ട് അവർ തമ്മിൽ വീണ്ടും വഴക്കാകുമ്പം ഇവനാണ് നിന്റെ കൈ നല്ലോണം തണുക്കുമെന്നറിഞ്ഞ് അവന് ഓയിൽമെന്റ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളുടെ കൂട്ടുകാർ അവിടേക്ക് വന്നിട്ട് ഇവളുടെ കാലിന് എന്തോ പറ്റുന്ന പറഞ്ഞ് ചോദിക്കുമ്പം ലുവാനാണ് ആ ഹീൽസ് ഇട്ടുകൊണ്ട് കാല് ചുമന്നയാന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരിയും മറ്റന്മാർ രണ്ടുപേര് പോയെന്ന് പറഞ്ഞിട്ട് റെൻ എന്തേലും ചോദിക്കുമ്പം ഇവള് റെന്നൊക്കെ എപ്പോഴേ പോയി അവനെ കുറിച്ച് സംസാരിക്കണം പറഞ്ഞ് ഇവളെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വിളിക്കും. കൂടാതെ ഇന്ന് പാർട്ടി നടത്തിയത് ഒരു ഫെയർവെൽ പാർട്ടിയാന്ന് ലുവാനും പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് അവളുടെ കൂട്ടുകാരാണ് ഷോക്കായിട്ട് അപ്പൊ ഇവൾ സത്യത്തിൽ കോഴ്സ് മാറാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ അപ്സെറ്റ് ആയിരിക്കും. അതിനുശേഷം ഇവിടെ അടുത്ത ദിവസം റെന്നാണ് ഈ ലവ് ഐഡിയ കൊടുത്ത രണ്ടവന്മാരെ കുറെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുമ്പം അവന്മാരാണ് ഈ ആൽഫ ആ ബീറ്റെ വിഷമിപ്പിച്ചോന്ന് പറഞ്ഞ് അവന്മാർ കാര്യമെല്ലാം പിടികിട്ടും. അങ്ങനെ ഞങ്ങളെ ടോർച്ചർ ചെയ്യാതെ ആൽഫ എങ്ങനെയൊക്കെ പോയി ആ ബീറ്റെ സമാനപ്പെടുത്താൻ നോക്കുന്ന ഹിവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഹിവനാണ് സംസാരിക്കാതെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം അന്ന് രാത്രി റെൻ വിളിച്ചെന്ന് പറഞ്ഞ് ഇവള് ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടാണ് ആരും കാണത്തില്ല. അപ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ പ്രൊജക്ടറിനകത്ത് ഇവളുടെ പഴയ വീഡിയോ ഒക്കെ ഇങ്ങനെ പ്ലേ ആകുന്നത്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവള് ആൻജിഷന് വേണ്ടി ഡോക്ടർ ചൂസ് ചെയ്തെങ്കിലും അവൾക്ക് ഈ കോട്ട് വാങ്ങിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞ് അവള് ഡോക്ടറായിട്ട് ഇനി മുമ്പോട്ട് വന്ന് പറഞ്ഞാണ്. അങ്ങനെ അതൊക്കെ കണ്ട് അവൾ കുറച്ച് ഇമോഷണൽ ആയിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന അവളുടെ കൂട്ടുകാരിയും ഇവളെ കണ്ട് പെട്ടെന്ന് ഹഗ് ചെയ്യും. അതിനുശേഷം അവളും ആൻജിഷന് വേണ്ടി നീ ഇത് പഠിക്കാൻ തീരുമാനിച്ചാലും നിനക്കിതിനോട് നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞ് അവൾ ലുവാന്റെ മനസ്സ് മാറ്റും. അങ്ങനെ അതോടെ ലുവാനാണ് കരഞ്ഞോണ്ട് നിനക്ക് അവിടെ നിന്നാണ് ഈ വീഡിയോ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇത് കണ്ടപ്പോൾ നല്ലോണം വിഷമമായെന്ന് അറിയും. അങ്ങനെ അവസാനം കൂട്ടുകാർ പറഞ്ഞിട്ട് അവളുടെ മനസ്സ് മാറുന്നത്. അതുകൊണ്ട് അവളും ഇനി കോഴ്സ് മാറുന്നില്ലെന്ന് തീരുമാനം എടുക്കും.
അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.